ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലുള്ള മൈക്രോബ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വയറ്റിൽ ധാരാളം ബാക്ടീരിയകൾ, അതായത് നമ്മളെ സഹായിക്കുന്ന ഹെൽത്തി ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബാക്ടീരിയകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഡൈജഷനെ സഹായിക്കുന്നുണ്ട്, നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാതെ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി നൽകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ വയറും കുടലിലെ ഞരമ്പുകളും നെർവസ് സിസ്റ്റവും നമ്മുടെ തലച്ചോറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ തലച്ചോറ് തമ്മിലുള്ള കണക്ഷനുകളിലൊക്കെയുള്ള ചില കെമിക്കൽസ്, അതിന് അനുകൂലമായിട്ടുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് ചില കെമിക്കൽസ് ഒക്കെ ഇത് പുറപ്പെടുവിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഫങ്ഷനുകൾക്ക് നമ്മുടെ നല്ല ബാക്ടീരിയകൾ, നമ്മുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് വയറിൻ്റെ ഹെൽത്തിന് മാത്രമല്ല, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്തിനും എല്ലാത്തിനും, അതായത് നമ്മുടെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തടയുന്നതിനും, നമുക്ക് മെറ്റബോളിക് ആയിട്ടുള്ള ഡയബറ്റീസ് പോലത്തെ രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട്. ഇനി ഈ ബാക്ടീരിയകളെ നമ്മുടെ ചില ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഈ ബാക്ടീരിയ നശിപ്പിച്ച് കളയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് ഹെൽത്ത് പ്രദാനം ചെയ്യുന്ന ഈ നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്ന ഭക്ഷണം ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യമായിട്ട് എടുത്ത് പറയേണ്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒന്നാമത് ഫ്രൈഡ് ഫുഡാണ്. അതായത് ഒരുപാട് ഈ വാർത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ ഇതിനെ നശിപ്പിക്കുന്ന മറ്റൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് കഴിക്കുന്ന ബീഫ് പോലത്തെ, മട്ടൺ പോലത്തെ ഭക്ഷണ സാധനങ്ങൾ. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് റെഡ് മീറ്റുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണ സാധനങ്ങൾ. പിന്നൊന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. അതായത് നമ്മൾ ഈ ബേക്കറിക്കകത്തൊക്കെ ചേർക്കുന്ന ഈ ഭയങ്കരമായിട്ടുള്ള അമിതമായി മധുരം തരുന്ന, അതായത് പഞ്ചസാരയ്ക്ക് പകരമൊക്കെ ചേർക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരം ഉണ്ടാക്കുന്ന കെമിക്കലുകൾ. അത്തരം കെമിക്കലുകൾ ഈ ബാക്ടീരിയ നശിപ്പിക്കും. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ആൽക്കഹോൾ, മദ്യത്തിൻ്റെ ഉപയോഗം. അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവരിൽ അവരുടെ കുടലിലുള്ള നല്ല ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുന്നതിന് കാരണമാകും. പിന്നൊന്ന് ഷുഗറാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ അതായത് മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന ഷുഗർ, പഞ്ചസാര ഏത് ഫോമിൽ, പഞ്ചസാര തന്നെ എന്നല്ല, പഞ്ചസാര, ശർക്കര, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ബേക്കറി സാധനങ്ങളിലൊക്കെ നമ്മൾ ചേർക്കുന്ന എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഷുഗർ. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, അതായത് നമ്മുടെ ഈ ടിന്നിനടച്ചൊക്കെ വരുന്ന പ്രോസസ്സ് ചെയ്ത് കേടാകാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആഹാര സാധനങ്ങൾ എല്ലാം പ്രോസസ്ഡ് ഫുഡ്. ആനിമൽ പ്രോട്ടീനുകൾ. അതുപോലെ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം. അതായത് നമ്മൾ ഏതെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ഉടനെ പോയി നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുക. ഡോക്ടറെ കാണാതെ തന്നെ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ച് കഴിക്കുക. അതായത് ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ബാക്ടീരിയസിനെയൊക്കെ നശിപ്പിച്ച് കളയാം. കാരണം ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമുക്ക് അസുഖം ഉണ്ടാക്കിയ ബാക്ടീരിയ മാത്രമല്ല, നമുക്ക് അസുഖം ഉണ്ടാക്കാത്ത നല്ല ബാക്ടീരിയ കൂടി നശിച്ചു പോകും. അപ്പോൾ ഇത്രയും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുന്ന പ്രധാനപ്പെട്ട ആഹാര സാധനങ്ങൾ, അല്ലെങ്കിൽ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ചെയ്യുന്നത് നമ്മൾ വ്യായാമം ഇല്ലാതിരുന്നാലും ഈ പറയുന്ന ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ അറിയേണ്ട കാര്യമാണ്, ഇത് എന്തൊക്കെ കഴിച്ചാലാണ് ഈ ബാക്ടീരിയകളെ നന്നായിട്ട് നമുക്ക് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇലക്കറികൾ, അതുപോലെ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ പഴവർഗ്ഗത്തിൽപ്പെട്ട സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയും, ഈ ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ. അതുപോലെ പ്രോബയോട്ടിക്സ് എന്ന് പറയും, ഈ ബാക്ടീരിയ നമുക്ക് കൊടുക്കാൻ, അതായത് ഇങ്ങനത്തെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാൻ ഈ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മൾ ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, തൈര് വളരെ നല്ലതാണ്. യോഗർട്ട് എന്ന് പറയുന്ന സാധനം, തൈര്, അത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ നമ്മൾ പുളിപ്പിച്ചൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നല്ലൊരു ശതമാനത്തിലും ഇത്തരം നല്ല ബാക്ടീരിയകളെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ആണ്. അപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ട് നമ്മൾ തന്നെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ഒരുപാട് ബീഫ് പോലത്തെ സാധനങ്ങൾ, ഒരുപാട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരുപാട് മധുരമടങ്ങിയിട്ടുള്ള വസ്തുക്കൾ, ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ വയറൊക്കെ കേടാവുന്നത്.
അപ്പോൾ ആ വയറൊക്കെ അങ്ങനെ കേടാവുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ശരിയാവാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വയറിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ധാരാളം പച്ചക്കറികളും നമ്മൾ ധാരാളം പഴങ്ങൾ, സലാഡുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയും തൈരൊക്കെ മിക്കവാറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.